ലോകത്തെ യഥാർത്ഥത്തിൽ നിയന്ത്രിക്കുന്നത് ആരാണ് എന്ന ചോദ്യത്തിന് പലപ്പോഴും നാം നൽകുന്ന ഉത്തരങ്ങൾ എലോൺ മസ്ക്, ജെഫ് ബെസോസ് അല്ലെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റ് എന്നിങ്ങനെ പരിചിതമായ മുഖങ്ങളിലേക്ക് ചുരുങ്ങാറുണ്ട്. എന്നാൽ ആഗോള സമ്പദ് വ്യവസ്ഥയുടെയും രാഷ്ട്രീയത്തിൻ്റെയും ചരടുകൾ വലിക്കുന്ന യഥാർത്ഥ ശക്തികൾ പലപ്പോഴും സ്പോട്ട്ലൈറ്റുകൾക്ക് പുറത്താണ് നിൽക്കുന്നത്. അവിടെയാണ് ബ്ലാക്ക് റോക്ക് എന്ന നിഗൂഢവും എന്നാൽ അത്യന്തം കരുത്തുറ്റതുമായ സാമ്പത്തിക സാമ്രാജ്യത്തിൻ്റെ പ്രസക്തി. ലോകത്തിൻ്റെ ഷാഡോ ബോസ് എന്ന് വിശേഷിപ്പിക്കാവുന്ന ബ്ലാക്ക് റോക്കിൻ്റെ സ്വാധീനം നാം സങ്കല്പിക്കുന്നതിനുമപ്പുറമാണ്. ഒരു കമ്പനി എന്നതിനേക്കാൾ ലോകത്തെ ഏത് ദിശയിലേക്കും തിരിച്ചുവിടാൻ ശേഷിയുള്ള ഒരു അദൃശ്യ ഭരണകൂടമായി ബ്ലാക്ക് റോക്ക് ഇന്ന് മാറിയിരിക്കുന്നു. 1988 ന്യൂയോർക്കിലെ ഒരു ചെറിയ മുറിയിൽ 8 പേർ ചേർന്ന് ആരംഭിച്ച ഈ സ്ഥാപനം വെറും 3 പതിറ്റാണ്ട് കൊണ്ട് കൈവരിച്ച വളർച്ച അവിശ്വസനീയമാണ്. ലാറി ഫിങ്ക് എന്ന ദീർഘവീക്ഷണമുള്ള സാമ്പത്തിക വിദഗ്ധൻ്റെ തലച്ചോറിൽ വിരിഞ്ഞ ഈ സാമ്രാജ്യം ഇന്ന് കൈകാര്യം ചെയ്യുന്നത് ഏകദേശം $10 ട്രില്യൺ മുകളിൽ വരുന്ന ആസ്തിയാണ്. ഈ സംഖ്യയുടെ വ്യാപ്തി മനസ്സിലാക്കാൻ ലളിതമായ ഒരു ഉദാഹരണം നോക്കാം. ഇന്ത്യയെപ്പോലെ ലോകത്തിലെ വലിയ സമ്പദ് വ്യവസ്ഥയുള്ള 3 രാജ്യങ്ങളെ മുഴുവനായി വാങ്ങാനുള്ള പണം ബ്ലാക്ക് റോക്കിൻ്റെ കൈവശമുണ്ട്. അമേരിക്കയും ചൈനയും കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ 3ാമത്തെ സാമ്പത്തിക ശക്തിയായി ബ്ലാക്ക് റോക്കിനെ കണക്കാക്കാം. ഇത് കേവലം അക്കങ്ങളല്ല, മറിച്ച് രാഷ്ട്രങ്ങളുടെ നയങ്ങളെപ്പോലും സ്വാധീനിക്കാൻ ശേഷിയുള്ള അമിതാധികാരമാണ്. നമ്മുടെ ദൈനംദിന ജീവിതത്തിൻ്റെ ഓരോ കോണിലും ബ്ലാക്ക് റോക്കിൻ്റെ സാന്നിധ്യമുണ്ട്. പക്ഷേ അത് നേരിട്ട് ദൃശ്യമല്ലെന്ന് മാത്രം. നമ്മൾ രാവിലെ എഴുന്നേറ്റ് ഉപയോഗിക്കുന്ന ഐഫോൺ ആയാലും, ഓഫീസിലിരുന്ന് ജോലി ചെയ്യുന്ന മൈക്രോസോഫ്റ്റ് വിൻഡോസ് ആയാലും, സെർച്ച് ചെയ്യുന്ന ഗൂഗിൾ ആയാലും, ഈ കമ്പനികളുടെ എല്ലാം പിന്നിലെ യഥാർത്ഥ ഉടമസ്ഥാവകാശത്തിൽ വലിയൊരു പങ്ക് ബ്ലാക്ക് റോക്കിനാണ്. ആപ്പിൾ, ആമസോൺ, ടെസ്ല, മെറ്റ തുടങ്ങിയ സകല ടെക് ഭീമന്മാരും ഏറ്റവും വലിയ ഓഹരി പങ്കാളിത്തമുള്ള നിക്ഷേപകരിൽ ഒരാൾ ഇവരാണ്. അതായത് ഈ കമ്പനികൾ തമ്മിൽ വിപണിയിൽ മത്സരിക്കുമ്പോഴും ആര് ജയിച്ചാലും അന്തിമ ലാഭം പോകുന്നത് ബ്ലാക്ക് റോക്കിൻ്റെ ഖജനാവിലേക്കാണ്. വിപണിയെ ഒരു ചതുരംഗ പലകയായി കാണുന്ന ഇവർക്ക് എല്ലാ കരുക്കളും ഒരുപോലെ സ്വന്തമാണ്. ഈ സാമ്പത്തിക ആധിപത്യം ടെക്നോളജിയിൽ മാത്രം ഒതുങ്ങുന്നതല്ല. ഔഷധ മേഖലയിലെ വമ്പന്മാരായ ഫൈസറിലും മൊഡേണയിലും, വിപണിയിലെ നിത്യവൈരികളായ കൊക്കോകോളയിലും പെപ്സിയിലും, ലോകമെമ്പാടുമുള്ള വൻകിട എണ്ണ കമ്പനികളിലും ബാങ്കുകളിലും ഇവരുടെ നിക്ഷേപമുണ്ട്. നാം കഴിക്കുന്ന ഭക്ഷണം മുതൽ ഉപയോഗിക്കുന്ന മരുന്നുകൾ വരെ തീരുമാനിക്കുന്നത് ഈ കമ്പനികളാണെങ്കിൽ ആ കമ്പനികളെ നിയന്ത്രിക്കുന്നത് ബ്ലാക്ക് റോക്കാണ്. ഈ വൈവിധ്യവൽക്കരണമാണ് അവരെ ലോകത്തിലെ ഏറ്റവും സുരക്ഷിതവും എന്നാൽ അപകടകാരിയുമായ ശക്തിയായി മാറ്റുന്നത്. ലോകം സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് നീങ്ങിയാലും യുദ്ധങ്ങൾ ഉണ്ടായാലും ബ്ലാക്ക് റോക്കിൻ്റെ ആസ്തി വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. കാരണം അവർ വെറുമൊരു നിക്ഷേപകരല്ല, മറിച്ച് വിപണിയുടെ ഗതി നിശ്ചയിക്കുന്നവർ കൂടിയാണ്. ബ്ലാക്ക് റോക്കിനെ ഇത്രയേറെ കരുത്തരാക്കുന്ന രഹസ്യായുധം അലാദിൻ എന്ന അവരുടെ അത്യാധുനിക ഡിജിറ്റൽ മസ്തിഷ്കമാണ്. അസറ്റ്, ലയബിലിറ്റി, ഡെറ്റ് ആൻഡ് ഡെറിവേറ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ് നെറ്റ്വർക്ക് എന്നതിൻ്റെ ചുരുക്കരൂപമായ അലാദിൻ ഒരു സാധാരണ സോഫ്റ്റ്വെയർ അല്ല. ലോകമെമ്പാടുമുള്ള ഓരോ സാമ്പത്തിക ചലനവും, രാഷ്ട്രീയ മാറ്റങ്ങളും, പ്രകൃതി ദുരന്തങ്ങളും, സാമൂഹിക പ്രവണതകളും ഈ നിർമ്മിത ബുദ്ധി സംവിധാനം നിമിഷങ്ങൾക്കുള്ളിൽ വിശകലനം ചെയ്യുന്നു. ഏകദേശം $21 ട്രില്യൺ ആഗോള നിക്ഷേപങ്ങളെ ഈ സോഫ്റ്റ്വെയറാണ് നിയന്ത്രിക്കുന്നത്. ലോകത്തിലെ മിക്ക കേന്ദ്ര ബാങ്കുകളും വൻകിട നിക്ഷേപകരും തങ്ങളുടെ പണം എവിടെ എങ്ങനെ നിക്ഷേപിക്കണമെന്ന് തീരുമാനിക്കാൻ അലാദിനെയാണ് ആശ്രയിക്കുന്നത്. ലോക സമ്പദ് വ്യവസ്ഥയുടെ റിമോട്ട് കൺട്രോൾ ബ്ലാക്ക് റോക്കിൻ്റെ ഈ ഡിജിറ്റൽ തലച്ചോറിലാണെന്ന് പറയുന്നതിൽ തെറ്റില്ല. സാമ്പത്തിക രംഗത്തെ ഈ ആധിപത്യം സ്വാഭാവികമായും രാഷ്ട്രീയത്തിലേക്കും പടർന്നു പന്തലിച്ചിരിക്കുന്നു. അമേരിക്കൻ വൈറ്റ് ഹൗസിലെ സാമ്പത്തിക ഉപദേശകരിലും ഗവൺമെൻറ് പ്രതിനിധികളിലും ഭൂരിഭാഗം പേരും ബ്ലാക്ക് റോക്കിൻ്റെ മുൻ ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ അവരുമായി അടുത്ത ബന്ധമുള്ളവരോ ആണ്. പലപ്പോഴും ഭരണകൂടത്തിൻ്റെ 4ാമത്തെ ശാഖ എന്ന് ബ്ലാക്ക് റോക്കിനെ വിശേഷിപ്പിക്കാറുണ്ട്. ഏത് പാർട്ടി അധികാരത്തിൽ വന്നാലും ബ്ലാക്ക് റോക്കിൻ്റെ താൽപ്പര്യങ്ങൾക്ക് വിരുദ്ധമായ തീരുമാനങ്ങളെടുക്കാൻ സർക്കാരുകൾ മടിക്കുന്നു. യുക്രൈൻ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ ആ രാജ്യത്തിൻ്റെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനുള്ള കരാർ ബ്ലാക്ക് റോക്കിന് ലഭിച്ചത് ഇവരുടെ ആഗോള രാഷ്ട്രീയ സ്വാധീനത്തിൻ്റെ വലിയൊരു തെളിവാണ്. യുദ്ധം പലർക്കും വിനാശമാണെങ്കിൽ ബ്ലാക്ക് റോക്കിനെ സംബന്ധിച്ചിടത്തോളം അത് മറ്റൊരു ലാഭകരമായ ബിസിനസ് സാധ്യത മാത്രമാണ്. ഇത്രയേറെ പവർഫുള്ളായിട്ടും എന്തുകൊണ്ടാണ് ബ്ലാക്ക് റോക്ക് എന്ന പേര് സാധാരണക്കാരുടെ ഇടയിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടാത്തത്? അവിടെയാണ് ബ്ലാക്ക് റോക്കിൻ്റെ തന്ത്രപരമായ നീക്കങ്ങൾ ശ്രദ്ധേയമാകുന്നത്. ലോകമെമ്പാടുമുള്ള വൻകിട മാധ്യമ സ്ഥാപനങ്ങളിൽ ഇവർക്ക് വലിയ തോതിൽ നിക്ഷേപമുണ്ട്. അതുകൊണ്ട് തന്നെ തങ്ങളെക്കുറിച്ചുള്ള വാർത്തകൾ പുറം ലോകത്ത് എപ്രകാരം വരണമെന്ന് തീരുമാനിക്കാനുള്ള കരുത്ത് ഇവർക്കുണ്ട്. ലാറി ഫിങ്ക് എന്ന വ്യക്തി ലോകത്തെ വിരൽത്തുമ്പിൽ നിർത്തുന്നുണ്ടെങ്കിലും അദ്ദേഹം മാധ്യമങ്ങളിൽ ഒരു സെലിബ്രിറ്റിയെ പോലെ പ്രത്യക്ഷപ്പെടാറില്ല.
നിശബ്ദമായി പ്രവർത്തിക്കുക, അദൃശ്യമായി ആധിപത്യം സ്ഥാപിക്കുക എന്നതാണ് ഇവരുടെ ശൈലി. നാം കാണുന്നതും കേൾക്കുന്നതുമായ വിവരങ്ങൾ പോലും ഈ അദൃശ്യ ശക്തിയുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നവയാകാം. ബ്ലാക്ക് റോക്കിൻ്റെ വളർച്ച ഉയർത്തുന്ന ഏറ്റവും വലിയ ചോദ്യം ജനാധിപത്യത്തിൻ്റെ ഭാവിയെക്കുറിച്ചാണ്. തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകളേക്കാൾ വലിയ ശക്തിയായി ഒരു സ്വകാര്യ നിക്ഷേപ സ്ഥാപനം മാറുമ്പോൾ അവിടെ ജനതയുടെ താൽപ്പര്യങ്ങൾക്കാണോ അതോ ലാഭത്തിനാണോ മുൻഗണന ലഭിക്കുക? ലോകത്തിലെ ഓരോ ചലനവും ഒരു അൽഗോരിതത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിയന്ത്രിക്കപ്പെടുമ്പോൾ മാനുഷികമായ മൂല്യങ്ങൾക്കും താൽപ്പര്യങ്ങൾക്കും അവിടെ എന്ത് സ്ഥാനമാണുള്ളത്? ഈ ചോദ്യങ്ങൾ പ്രസക്തമായി തുടരുമ്പോഴും ബ്ലാക്ക് റോക്ക് അതിൻ്റെ അപ്രമാദിത്യം തുടരുകയാണ്. നിയമങ്ങൾക്കും അതിരുകൾക്കുമപ്പുറം വളർന്ന ഈ കരിങ്കല്ല് ആധുനിക ലോകത്തിൻ്റെ അടിത്തറയായി മാറിയിരിക്കുന്നു. തിരശ്ശീലയ്ക്ക് പിന്നിലിരുന്ന് ചരടുകൾ വലിക്കുന്നവർ ലോകത്തെ ഏത് ദിശയിലേക്കാണ് കൊണ്ടുപോകുന്നത് എന്നത് പ്രവചനാതീതമാണ്. എങ്കിലും ഒന്നുറപ്പാണ്, നാം നയിക്കുന്ന ജീവിതത്തിൻ്റെ ഓരോ സ്പന്ദനത്തിലും നാം അറിയാതെ തന്നെ ബ്ലാക്ക് റോക്ക് എന്ന അദൃശ്യ സാമ്രാജ്യത്തിൻ്റെ മുദ്ര പതിഞ്ഞിട്ടുണ്ട്. ലോകത്തെ നിയന്ത്രിക്കുന്നത് ആരാണെന്ന ചോദ്യത്തിനുള്ള ഉത്തരം ഇനി നമുക്കറിയാം. അത് ഭരണാധികാരികളോ ടെക് ഭീമന്മാരോ മാത്രമല്ല, അവരെയൊക്കെ നിഴലിലൊളിപ്പിക്കുന്ന ബ്ലാക്ക് റോക്ക് എന്ന നിശബ്ദ ശക്തി കൂടിയാണ്.